ശശികല വിഷകല ആ രീതിയിലേക്ക്, അതായത് സർപ്പത്തേക്കാൾ വലിയ രീതിയിലേക്കുള്ള വിഷമുള്ള ഒരാളാണ് ശശികല എന്ന്. ഏത് കാര്യത്തിന് അവര് ആ പറഞ്ഞ അത്തരം രീതിയിലേക്ക് ജീവിതം അവസാനിപ്പിച്ചൂടെ എന്ന് വരെ ചോദിക്കുന്ന ആളുകളുണ്ട്. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് വിഷപ്പാമ്പ് എന്ന് എങ്ങനെ പേര് വന്നു? അതെ, അവർക്ക് എന്തും വിളിക്കാമല്ലോ. ഞാൻ പറഞ്ഞതിൽ അങ്ങനെ വിഷമുണ്ടെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാമല്ലോ. പാമ്പിനേക്കാൾ വിഷമാണ് ശശികല എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ വേണ്ടിയിട്ട് ഇപ്പൊ ഈ കീമോതെറാപ്പി വിഷമാണല്ലോ. കാരണം ഒരിക്കലും നമ്മൾ പറയുന്നത് മുഴുവൻ ശരിയേക്കാളും നമ്മൾക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതിന് ചിലപ്പോൾ പാതി തെറ്റുകൾ ഉണ്ടാകാം, ചിലപ്പോൾ മുഴുവൻ തെറ്റായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതാവില്ല അതിന്റെ സന്ദർഭം. അത്തരത്തിൽ തിരുത്തി തരികയല്ലേ വേണ്ടത്, അതല്ലാതെ തെറി വിളിച്ചിട്ട് എന്ത് കാര്യം? ഇപ്പൊ BJP ഹിന്ദു സമൂഹത്തോട് മാത്രമായിട്ട് അനുഭവം കാണിക്കരുത്. കാരണം അവർ രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്മൾ ഈ കേട്ടത് പീപ്പിൾസ് വോയിസ് കേരള എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമയും റിപ്പോർട്ടറുമായിരിക്കുന്ന അൽബാബു ശശികല ടീച്ചറുമായിട്ട് നടത്തിയ അഭിമുഖം. മുഖാമുഖം ചോദിക്കുന്നത് നമുക്കതിൽ കേൾക്കാൻ പറ്റും, നിങ്ങൾ വിഷപ്പാമ്പാണോ എന്ന്. കേരളത്തിൽ ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും ഒരു റിപ്പോർട്ടർ ശശികലയോട് നിങ്ങൾ വിഷപ്പാമ്പാണോ എന്ന് ചോദിക്കുന്നത്. അത് ഇതിനു മുൻപ് നടത്തിയിരിക്കുന്ന പല പ്രസംഗങ്ങളും സമീപനം ആ രീതികളെല്ലാം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് അൽബാബു അത് ചോദിക്കപ്പെട്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അൽബാബുവിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അൽബാബു എൻ്റെ സുഹൃത്താണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾപ്പെട്ട ഒരാളാണ്. ഞങ്ങൾ പല വിഷയത്തിലും സേവന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ, വിദേശത്ത് ജയിലിൽ കിടക്കുന്ന ആളുകളുടെ വിഷയത്തിൽ, അങ്ങനത്തെ പല പ്രശ്നങ്ങളിലും സാമൂഹ്യപരമായ രീതിയും രാഷ്ട്രീയപരമായ രീതിയും ഞങ്ങൾ സംയുക്തമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് പല സഹായ കാര്യങ്ങളും പല ആളുകൾക്കും ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്, ഇപ്പോഴും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഒരു UAE ആയിട്ട് ബന്ധപ്പെട്ട് ഒരു മൃതദേഹം തടയപ്പെട്ടൊരു സംഭവം ഉണ്ട്, നാട്ടിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ. അതിൻ്റെ വിഷയം ഇപ്പോൾ ഹൈക്കോടതിയിലാണ് നടക്കുന്നത്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞങ്ങൾ ഒരുമിച്ച് സംയുക്തമായ രീതിയിലാണ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പല വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും ഇടപെട്ടിട്ടും അത് നടന്നിട്ടില്ലായിരുന്നു. പിന്നീട് അതിന് കുറച്ച് പ്രശ്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഏറെക്കുറെ പരിഹരിച്ചുകൊണ്ട് ആ ബോഡി നാട്ടിലേക്ക് എത്തിക്കാൻ ഏറെക്കുറെ ആവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, പിന്നീട് അവിടെ തന്നെ പല ചതികളും പ്രശ്നങ്ങളൊക്കെ നടക്കും. ഈ സാമ്പത്തിക ഇടപാട്, സാമ്പത്തിക തട്ടിപ്പൊക്കെ നടക്കും. അപ്പോൾ അവിടെയുള്ള നമ്മുടെ ബന്ധപ്പെട്ട ഈ എംബസിയിലും കോൺസുലേറ്റും പ്രവർത്തിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ടും അവിടുത്തെ ഭരണാധികാരികളായിട്ട് ബന്ധപ്പെട്ടും ഇവിടുത്തെ ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും നോർക്കയും ഈ എംബസി കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഈ പ്രവർത്തന കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചൊന്ന് പറഞ്ഞതെന്ന് മാത്രം. ഓക്കെ, ഇതിൽ ശശികലയുടെ പ്രസംഗം എപ്പോഴും തീവ്രമായ രീതിയിൽ മുസ്ലിം വിരോധത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന രീതിയിലാണ് ഉണ്ടാവാറുള്ളത്. നമുക്കതറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ശശികലയോട് നേരിട്ട് കൊണ്ട് നിങ്ങളൊരു വിഷപ്പാമ്പാണോ എന്നൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ചെറിയ ധൈര്യമൊന്നും പോരാ, വമ്പൻ ധൈര്യമാണ്. അതിന് ഞാൻ എൻ്റെ സുഹൃത്ത് അൽബാബിനെ അഭിനന്ദിക്കുകയാണ്. ഹിന്ദു ഐക്യവേദിയുടെ 2021 മുതൽ സംസ്ഥാന പ്രസിഡൻ്റാണ് ശശികല. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തിയാണ്. RSSുമായിട്ടാണ് നേരിട്ട് ബന്ധം. BJP പ്രവർത്തകയല്ല. പ്രവർത്തക BJPയിൽ മെമ്പർഷിപ്പ് ഒന്നുമില്ല, അനുഭാവിയായിട്ട് അങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രം. വർഗീയ പ്രസംഗം കൊണ്ടാണ് ശശികല ശ്രദ്ധിക്കപ്പെട്ടത്. മതപരമായിരിക്കുന്ന ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി മൂപ്പത്തി പരമാവധി ചെയ്യാറുണ്ട് എന്നുള്ളത് കേരളത്തിന് അറിയാവുന്നതാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് കൂടുതലും പ്രസംഗിക്കാറുള്ളത്. അതായത് ഇസ്ലാമിക പരമായിരിക്കുന്ന കാര്യത്തെ വിമർശിച്ചുകൊണ്ട് എല്ലാവരും വർഗീയവാദിയാവണം, തീവ്രവാദിയാവണം എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലാണ് പ്രസംഗങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് 2016ലും 2017ലും വർഗീയ പ്രസംഗത്തിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ശിക്ഷിക്കപ്പെടില്ല നമുക്കറിയാലോ. ഈ അടുത്ത് നമ്മുടെ ആ സംഭവങ്ങൾ പലതും കണ്ടതാണല്ലോ. TG മോഹൻദാസുമായിട്ട് ബന്ധപ്പെട്ട് പോയി എവിടം വരെ എത്തും? ഒരു കോടതി ജാമ്യത്തുമേൽ അത് അവസാനിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ അവസാനിക്കും. ആ വിഭാഗമായതുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗമാണെങ്കിൽ ഒരു പക്ഷേ ജാമ്യമില്ലാതെ ഒരുപാട് കാലം ജയിലിൽ കിടക്കും. നമ്മുടെ രീതിയൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. 2006ലെ മാറാട് കലാപവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രസംഗം വലിയ രീതിയിൽ ധ്രുവീകരണം വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നീട് അത് വിവാദമായിരിക്കുന്ന പ്രസംഗങ്ങളുടെ ഷോർട്ട് വേ ആട്ടോ ഞാൻ പറയുന്നത്. 2006ലെ മാറാട് പ്രസംഗം 2016 വല്ലപ്പോയ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ച, അതായത് മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള സ്ഥലമാണ് വല്ലപ്പോയ എന്ന് പറയുന്നത്.
അവിടെ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനികളാണ് എന്നോ ഈ പ്രദേശം പാകിസ്ഥാൻ്റെ ഭാഗമാണെന്നോ അങ്ങനെയൊക്കെ പ്രസംഗിച്ച ഒരു വലിയ വിവാദ വിഷയങ്ങളുണ്ടായിരുന്നു. 2017 പറവൂർ ഹിന്ദു സ്വാഭിമാന സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം വിവാഹ രീതിയെ അപമാനിക്കുന്ന തരത്തിൽ ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തിയിരിക്കുന്ന പ്രസംഗം. പിന്നീട് ഹിന്ദു സമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം, ഇങ്ങനൊന്നും ആയപ്പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഭാഷാ ശൈലിയിലൂടെ ആ പ്രസംഗിക്കപ്പെടുന്ന അതേ രീതിയിൽ തന്നെ പറയുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം മറ്റുള്ളവർക്കുണ്ട്. അതുകൊണ്ട് ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയാത്തത്. അതൊരു 4 പ്രസംഗം നമ്മൾ യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ശശികലയുടെ പ്രസംഗം, വിവാദ പ്രസംഗം എന്ന് കേട്ടാൽ തരുത്തുന്നു. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു സമൂഹത്തോട് ഇങ്ങനെ വിളിച്ചു പറയാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. 38 വർഷത്തെ അധ്യാപകന് പരിചയമുണ്ട് കക്ഷിക്ക്. 38 വർഷമായിട്ട് ജോലി ചെയ്യാണ് അധ്യാപികയായിട്ട്. നിലവിൽ ഭർത്താവില്ല, 3 ആൺമക്കളാണുള്ളത്. വിജീഷ്, മഹേഷ്, ഗിരീഷ്. 2 മക്കൾ അധ്യാപകരാണ്. അവരങ്ങനെ ആവാതിരിക്കട്ടെ. ഒരാൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട സർക്കാർ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറയുന്നത് മുസ്ലിം പെൺകുട്ടികൾ നേരത്തെ വിവാഹം കഴിക്കുന്നു, അവർക്ക് ഒരുപാട് കുട്ടികളുണ്ടാകുന്നു. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അത് ജാതകപ്പൊരുത്തം, ചൊവ്വാദോഷം ഇതുമായിട്ട് കെട്ടിമറിഞ്ഞ് കളിക്കുന്നു. അങ്ങനെ 35 കഴിഞ്ഞു, 40 കഴിഞ്ഞു, 40-ആം വയസ്സിലൊക്കെയാണ് കല്യാണം കഴിക്കുന്നത്. 45-ലോ കല്യാണം കഴിക്കുന്ന ഒരുപാടുണ്ട്. ഒരു പക്ഷേ 1-2 കുട്ടികളുണ്ടാവും. പിന്നീട് ആരോഗ്യപരമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമാണല്ലോ, നമുക്കറിയാമല്ലോ. ഇത് ആരോ ഉത്തരവാദി? ഈ ജാതകദോഷം, ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞാൽ ചൊവ്വാഴ്ച കല്യാണം കഴിക്കുന്ന കുഴപ്പമുണ്ട്. എത്ര മുസ്ലിം വീട്ടിൽ വിവാഹങ്ങൾ ചൊവ്വാഴ്ച നടക്കുന്നുണ്ട്? ആരാണ് മുസ്ലിങ്ങൾ ജാതകം നോക്കുക? മതപരമായ ജാതകം നോക്കേണ്ട കാര്യമല്ല. പിന്നെ പ്രായപൂർത്തിയായിരുന്ന പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ അതൊരു നിയമമാണ്. 18 വയസ്സായ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാവൂ എന്നുള്ളൊരു നിയമം 2001 തോന്നുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയാണ്. 2010-ലോ 2001-ലോ ഒന്നും കൃത്യമായിട്ട് അറിയില്ല. ഏതാണ് ആ കാലത്തിലാണ് ആ നിയമം വരുന്നത്. അതിന് മുമ്പ് 15 വയസ്സ് കല്യാണം കഴിച്ചവരുണ്ട്, 14 വയസ്സ് കല്യാണം കഴിച്ചവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. നിയമം ഇല്ലായിരുന്നു. നിയമ ആ സമയത്ത് നിയമത്തെ അംഗീകരിക്കണം. നിയമമില്ലാത്ത സമയത്ത് അതൊട്ട് വിഷയമില്ല. ഇപ്പോൾ ഗാന്ധിജി കല്യാണം കഴിച്ച എത്ര വയസ്സിലാണ്? ഗാന്ധിജിയുടെ കസ്തൂർബായിക്ക് 11 വയസ്സാണെന്നാണ് തോന്നുന്നത്. അത്രേ ഉള്ളൂ. ഈ EMS അല്ല, AK ഗോപാലൻ, AKG, അത് കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ. 14 വയസ്സിട്ടാണ് കുട്ടിയെ കല്യാണം കഴിക്കുന്ന സമയത്തുള്ള അവരുടെ ഭാര്യയുടെ വയസ്സാണ്. ആ കാലത്തൊക്കെ നോക്കുന്ന സമയത്ത് 11, 12, 13, 14 വയസ്സൊക്കെ വെച്ച് ഇഷ്ടംപോലെ ഉണ്ട്. അത് നിയമമില്ലായിരുന്നു. നിയമമായ പിന്നെ നിയമത്തെ പാലിക്കണം എന്നുള്ളത് നിർബന്ധമാണല്ലോ. അപ്പോൾ നമ്മൾ വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ ജാതകവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. ചൊവ്വാദോഷമൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു. അതിന് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ഈ പരസ്പരം കണ്ട് മനസ്സിലാക്കി വിവാഹം കഴിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ശശികല ഇതിൻ്റെ മുമ്പ് പറഞ്ഞിരുന്നു. ഹിന്ദു പെൺകുട്ടികൾക്ക് കാണാനും ഹിന്ദു പുരുഷന്മാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് കല്യാണം കഴിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങൾ കേരളത്തിൽ ഉരുത്തിരിയണം. മാട്രിമോണിയൽ പോലെ, മാട്രിമോണിയൽ അല്ല എന്ന് മാത്രമേ ഉള്ളൂ, ഒരർത്ഥത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ ബ്രോക്കറായിട്ട് നിന്നുകൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നൊക്കെ വേണമെങ്കിൽ അത് നമുക്കതിൻ്റെ വിവർത്തനം പറയാനൊക്കെ സാധിക്കും. അപ്പോൾ ഒരു മതവിശ്വാസത്തെ വിമർശിക്കുന്നതിന് പകരം മറ്റ് മതവിശ്വാസം, നമ്മൾ വിശ്വസിക്കുന്ന മതവിശ്വാസത്തിൻ്റെ ആചാരകർമ്മങ്ങളിൽ എന്തെങ്കിലും പാകപ്പിഴവുകളുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് ആ സമൂഹത്തെ ഉദ്ധരിക്കേണ്ടതിന് പകരം മറ്റ് മതസ്ഥരെ നിരന്തരം വിമർശിക്കുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ മാനസികമായിട്ട് തന്നെ പ്രയാസം ഉണ്ടാവും. ഇങ്ങനെ വിമർശനവും ആക്ഷേപവും തന്നെയല്ലേ നടക്കും. നല്ല വർത്താനം പറയുന്നല്ലോ. ഇവിടെ നമ്മൾ മുസ്ലിം മേഖലയിൽ നോക്കുന്ന സമയത്ത് എല്ലാ മുസ്ലിം മേഖലയായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ മതസംഘടനകളെല്ലാം അതിൻ്റെ മറ്റൊരു പശ്ചാത്തലം സാമൂഹ്യ സേവനത്തിന് വേണ്ടി, കാരുണ്യ സേവനത്തിന് വേണ്ടി സഹായം നൽകുക എന്നുള്ളതാണ്. ഈ ശശികലയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കാരുണ്യ സഹായം ചെയ്ത് ഏതെങ്കിലും ഒരു കുടുംബം രക്ഷപ്പെട്ടത്, ഏതെങ്കിലും കുടുംബത്തെ സഹായിച്ചത്, അല്ലെങ്കിൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കും മരുന്ന് കൊടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? എവിടെയും പറയാനില്ലല്ലോ. അത് എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അങ്ങനെ ഒരു സാമൂഹ്യപരമായിരിക്കുന്ന ഒരു ബന്ധങ്ങൾ സമൂഹമായിട്ടില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ നോക്കുക, കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളും ഒരു കാരുണ്യ സേവനം ചെയ്യുന്നവരാണ്. മതപരമായിട്ട് നോക്കുന്ന സമയത്ത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ SYS SSF ആണെങ്കിൽ അവരെല്ലാവരും, ഇനി ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് എടുത്താലോ അവരിലൊക്കെ ഒരു കാരുണ്യ സേവന സംവിധാനങ്ങൾ, അനാഥരെ, അഗതികളെ, വിധവകളെ ഇവരൊക്കെ സംരക്ഷിക്കുകയും അവർക്ക് സഹായം നൽകുകയും അവർക്ക് പുതിയൊരു ജീവിതം കണ്ടെത്താനുള്ള സംവിധാനം, വിദ്യാഭ്യാസ മേഖലയാണ് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു സംവിധാനക്കാരൻ. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രവർത്തികൾ ഇവർ നടത്തിയിട്ടുണ്ടോ? അവിടേക്കാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ അൽബാബ് ചോദിച്ചത് ശശികല വിഷപ്പാമ്പാണോ എന്ന് ചോദിച്ചതിന് യഥാർത്ഥത്തിൽ അത് കേൾക്കുന്ന
നിങ്ങളൊക്കെ തന്നെയാണ് മറുപടി പറയേണ്ടത്. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഇതിൻ്റെ അടിഭാഗത്ത് എഴുതണം എന്നറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.